ഹലോ, അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ തമിഴിൽ കണ്ട പോലെ തന്നെ നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്യാത്ത വെറൈറ്റി ആൻഡ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ഹാക്സ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഞാനും ട്രൈ ചെയ്തിട്ടില്ല, പക്ഷെ കേൾക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള കുറേ ടിപ്സ് ആൻഡ് ഹാക്സ് ആണ്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഇത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് ചോദിച്ചാൽ ഞാൻ പറയൂല, പക്ഷെ ChatGPT ചേട്ടൻ പറഞ്ഞു തന്നതല്ല, എനിക്ക് വേറൊരു സോഴ്സിൽ നിന്നും കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒന്നാമത്തേത് നമ്മുടെ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് പഴക്കമുള്ള ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ ഒരു അണ്ടമണം വരും, ഒരു ചീത്ത മണം വരും. അത് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കാപ്പിപ്പൊടി, ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊടിയല്ല, അല്ലാത്ത കാപ്പിപ്പൊടി ഒരു കുഞ്ഞി ഡപ്പയിൽ തുറന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിനുള്ളിൽ വെക്കുക. ആ ചീത്ത മണം പോകും എന്നാണ് പറയുന്നത്. രണ്ടാമത്തേത്, ഇപ്പം നമ്മുടെ വീട്ടിൽ പട്ടിക്കുട്ടന്മാരും പൂച്ചക്കുട്ടന്മാരും ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ രോമമൊക്കെ പൊഴിയൂലേ, അത് പൊഴിയുമ്പം ചിലപ്പോൾ നമ്മുടെ സോഫയിലേക്ക് ഇങ്ങനെ പറ്റിയിരിക്കുന്നുണ്ടായിരിക്കും. അത് സത്യം പറഞ്ഞാൽ ചിലപ്പം അങ്ങനത്തെ ഒരു ബ്രഷും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും കുറേ ആൾക്കാർ കളയുന്നുണ്ടാവുക. വേറൊരു വഴി എന്താ വെച്ചാൽ, ചിലവർ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് റബ്ബറിൻ്റെ ഗ്ലൗസ് യൂസ് ആക്കാറുണ്ട്. ആ ഗ്ലൗസ് ഒന്ന് ജസ്റ്റ് നനച്ചിട്ട് സോഫയിൽ ഇങ്ങനെ തടവി കൊടുത്താൽ ഈസി ആയിട്ട് ആ രോമമൊക്കെ നമ്മളുടെ ഈ റബ്ബറിൻ്റെ ഗ്ലൗസ് വലിച്ചെടുക്കും. പെട്ടെന്ന് നമുക്ക് അവരുടെ രോമങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും. മൂന്നാമത്തേത് നമ്മുടെ അവൻ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കുറച്ച് നാൾ അവൻ യൂസ് ചെയ്ത് കഴിയുമ്പം ഇങ്ങനെ റിപ്പീറ്റായിട്ട് നമ്മൾ അതിൽ ഫുഡൊക്കെ വെച്ച് ചൂടാക്കി അതിൻ്റെ ഉള്ളിൽ ഫുൾ എണ്ണയൊക്കെ തെറിച്ചിട്ടുണ്ടായിരിക്കും, ഒരു ചീത്ത മണവും ഉണ്ടായിരിക്കും. അത് കളയാൻ വേണ്ടിയിട്ട് ഒരു പകുതി നാരങ്ങ അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഒരു 3 മിനിറ്റ് അവൻ ചെയ്യുക. അപ്പോൾ ഒരു ആവി വരില്ലേ, ആവി വരുമ്പോൾ അത് എണ്ണമയമൊക്കെ ഇല്ലാണ്ടാക്കും. അതേപോലെ തന്നെ നാരങ്ങേൻ്റെ മണം വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ചീത്ത സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും. 3 മിനിറ്റ് അവൻ ചെയ്തിട്ട് ഒരു തുണി വെച്ചിട്ട് തൂത്തെടുത്താൽ നമ്മുടെ അവൻ നല്ല സെറ്റായിട്ട് കിട്ടിക്കോളും. നാലാമത്തേത്, അത് നമ്മുടെ വീട്ടിൽ ഇനി ഉണ്ടല്ലോ, പുട്ടിന് പഴമൊക്കെ മേടിക്കുമ്പം ആ തൊലി അങ്ങ് കാട്ടിക്കളയണ്ട. അതേപോലെ തന്നെ ഷൂ പോളിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷൂ പോളിഷും നിങ്ങൾ വാങ്ങിക്കേണ്ട. ആ ഒരു പഴത്തൊലി വെച്ചിട്ട് നമ്മളുടെ ലെതറിൻ്റെ ഷൂ പോളിഷ് ചെയ്താൽ നല്ല സെറ്റായിട്ട് ഷൂ കിട്ടും എന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ വേറൊരു വീഡിയോയിൽ പറഞ്ഞല്ലോ, നമ്മുടെ ജനലിൻ്റെ ഇതൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിനാഗിരിൻ്റെ ഇതോ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡയോ അങ്ങനെ ഇതൊക്കെ വെച്ചിട്ടൊക്കെ നമുക്ക് വൃത്തിയാക്കാൻ പറ്റുമെന്ന്. പക്ഷെ അവർക്ക് വില്ലനായിട്ടൊരു സംഭവം എത്തിയിട്ടുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, നമ്മുടെ സ്വന്തം കട്ടൻ ചായ തണുത്തത് ജനലിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിട്ട് നമുക്ക് നല്ലപോലെ വൃത്തിയാക്കാൻ പറ്റും. കാരണം ഈ കട്ടൻ ചായയിൽ ടാനിക് ആസിഡ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ആ സംഗതി ഇതുപോലത്തെ പൊടികളും ചെളി മുതലായ സംഭവങ്ങളൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് പറ്റുന്നൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളിപ്പം കട്ടൻ ചായ കൂടുതലൊക്കെ തിളപ്പിച്ചിട്ട് തണുത്തിരിക്കുന്നുണ്ടെങ്കിൽ ജനലൊക്കെ അത് വെച്ചിട്ട് വൃത്തിയാക്കിക്കോ. പിന്നെ നമ്മുടെ വീട്ടിലുണ്ടല്ലോ ഈ ഡൈനിങ് ടേബിളൊക്കെ ചുമരിനോട് ചേർത്തിട്ടിരിക്കുകയെന്ന് വിചാരിക്കുക. അതെപ്പോഴൊന്നും നമ്മളങ്ങനെ വലിച്ചു മാറ്റില്ല. എപ്പോഴെങ്കിലും നമ്മൾ ആ ചുമരിൻ്റെ അടുത്ത് നിന്ന് നീക്കി കഴിയുമ്പം ചുമരിൽ ഇങ്ങനെ ഒരു കറുത്ത പാടുണ്ടായിരിക്കും. ഈ സെയിം പാട് തന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഷൂസ് നമ്മുടെ തറയിൽ ഇങ്ങനെ ഇട്ട് വലിച്ചു കഴിഞ്ഞാൽ അപ്പോഴും ആ ഒരു പാട് വരും. ആ പാട് പോവാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെന്നീസ് ബോളില്ലേ, ഇതുവരെ യൂസ് ആക്കാത്ത ടെന്നീസ് ബോൾ വെച്ചിട്ട് ഉരച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള പാടുകൾ ചുമരിലായിക്കോട്ടെ തറയിലായിക്കോട്ടെ ഉള്ള പാടുകളൊക്കെ പോകുമെന്ന്. ഒരു ടെന്നീസ് ബോൾ മേടിച്ചിട്ട് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വട്ടാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അടുത്തത് അതിലേറെ സൂപ്പറാണ്. ബാത്റൂമിൽ നമ്മളുണ്ടല്ലോ ഈ കുളിയൊക്കെ കഴിയുമ്പം ചിലവർ എപ്പോഴെപ്പോഴും ക്ലീൻ ചെയ്യില്ല. അപ്പോൾ ഈ പത ഇങ്ങനെ കട്ട കൂടിയിട്ട് അതിങ്ങനെ കിടക്കും. ഒരുപാട് നാൾ നമ്മൾ ക്ലീൻ ചെയ്യേണ്ടായി കഴിഞ്ഞാൽ നല്ല രീതിക്ക് കട്ട പിടിച്ച് കിടക്കും അത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഉരച്ചൊക്കെ കഴുകുമ്പോഴായിരിക്കും സാധനം പോകുന്നുണ്ടാവുക. ഇവർ പറയുന്ന ഒരു ട്രിക്ക് എന്താണെന്നറിയോ, നമ്മുടെ മുന്തിരീൻ്റെ നീരും ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ ഒഴിച്ച് കൊടുത്താൽ പെട്ടെന്ന് അങ്ങ് പോകുമെന്ന്. മുന്തിരി കുടിക്കാൻ കിട്ടണില്ല ജ്യൂസാക്കിയിട്ട്, അപ്പോഴാണ് ബാത്റൂമിൽ ഒഴിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഇനി എങ്ങാനും ഈ വഴിയോരത്ത് 100 രൂപയ്ക്ക് 2 കിലോ 3 കിലോ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ടിപ്പ് ഉണ്ടല്ലോ, ഇറ്റ്സ് റിയലി അമേസിങ്. വേറെ ഒന്നുമല്ല, നമ്മുടെ കിടക്കയുണ്ടല്ലോ കുറേ നാൾ യൂസ് ചെയ്ത് കഴിയുമ്പം എന്തെങ്കിലും നമ്മൾ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് നാട്ടിൽ അത് കുറേ നേരം വെയിലത്ത് കൊണ്ടിടും. ഇവർ പറയുന്നത് കുറച്ച് വോഡ്ക എടുത്തിട്ട് സ്പ്രിങ്കിൾ ചെയ്താൽ മതിയെന്നാണ് പറയുന്നത്. അത് സ്പ്രിങ്കിൾ ചെയ്തിട്ട് അത് ഡ്രൈ ആകുമ്പോഴത്തേക്കും അതിലുള്ള ബാക്ടീരിയാസ് അണുക്കൾ എല്ലാം ചത്തുപോയിട്ടുണ്ടാവുമെന്ന്. അടിപൊളിയല്ലേ? നെക്സ്റ്റ് ഞാൻ ശരിക്കും ട്രൈ ചെയ്തിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ട് വന്നിട്ടുള്ള 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത്തേന്ന് വെച്ചാൽ നമ്മുടെ ഈ ടൈൽസിൻ്റെ വിടവുണ്ടല്ലോ, ഓരോ ടൈൽസും കഴിഞ്ഞിട്ട് വരണ വേറൊരു ടൈൽസ് കവർ ചെയ്യുന്ന ഭാഗത്ത് ഇങ്ങനെ വരയുണ്ടാവില്ലേ, വിടവ്. ആ വിടവ് നമ്മളിപ്പം ഡെയിലി നമ്മൾ തറ തുടച്ചാലും ചില സമയങ്ങളിൽ അവിടെ വൃത്തിയായിക്കൊള്ളണം എന്നില്ല. അവിടെ വൃത്തിയാവാൻ വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് അവിടെ ഇങ്ങനെ പേസ്റ്റാക്കി ഇങ്ങനെ പുരട്ടുക. 10 മിനിറ്റ് കഴിയുമ്പം ഒരു നമ്മുടെ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴിഞ്ഞാൽ കുറേ നാളായെങ്കിലും അവിടെ ചെളി ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്നേ തന്നെ അത് പോയിക്കോളും.
അടുത്തത് ഞാൻ ചെയ്ത് പരീക്ഷിച്ചിട്ടുള്ളത് നമ്മുടെ ചുമരിലൊക്കെ ക്രയോൺ അല്ലെങ്കിൽ ലിപ്സ്റ്റിക്ക് ഇതിൻ്റെയൊക്കെ കറയുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലവിടെ എൻ്റെ ചേട്ടൻ്റെ കുട്ടിയുണ്ട്. അവൾ ഭയങ്കര ക്രേസാണ് ഈ ലിപ്സ്റ്റിക്ക്, ഈ എന്താ പറയുക, മേക്കപ്പ് ഐറ്റംസൊക്കെ. അപ്പോൾ അവൾക്ക് ഞാനൊരു ലിപ്സ്റ്റിക്ക് മേടിച്ചു കൊടുത്തപ്പോൾ അവർ ചുണ്ടിൽ തേക്കണതിന് പകരം അവൾ തേച്ചത് ഫുൾ ചുമരിലായിരുന്നു. പിന്നെ അതിനെ ഇവിടെ നിന്ന് കയറ്റി വിട്ട് കഴിഞ്ഞപ്പോൾ അത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുറേ റിസർച്ച് കുറേ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് കിട്ടിയൊരു സംഭവമാണ് ഇത്. അവിടെ കുറച്ച് ടൂത്ത് പേസ്റ്റ് ഇല്ലേ, പേസ്റ്റ് നമ്മളിങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് നമ്മൾ തുടച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീനായിട്ട് സംഭവം വരും. അവിടെ ആ ഒരു കറ ഉള്ളതായിട്ട് ആർക്കും തോന്നില്ല. അങ്ങനെ ക്രയോൺ ആണെങ്കിലും ലിപ്സ്റ്റിക്കിൻ്റെ കറയാണെന്നുണ്ടെങ്കിലും പേസ്റ്റ് വെച്ച് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തൂത്ത് കളഞ്ഞാൽ മതി. നല്ല രീതിക്ക് അതെല്ലാം പോകും. ഇത് രണ്ടും സീരിയസ്ലി നല്ല യൂസ്ഫുള്ളാണ്. ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ള സംഭവമാണ് കേട്ടോ. പിന്നെ ഞാൻ പറയണത്, നമ്മുടെ ഈ ഡ്രസ്സിലൊക്കെ ഗ്രീസ് പറ്റിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. അത് പോണമെന്നുണ്ടെങ്കിൽ പറയുന്നത് കഴുകണേക്കാട്ടിലും മുൻപ് ആ ഗ്രീസ് വന്നിട്ടുള്ള ഭാഗത്ത് നമ്മുടെ വെള്ള കളർ ചോക്കില്ലേ, ആ ചോക്ക് വെച്ച് കുറച്ച് ഉരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കഴുകി കളഞ്ഞാൽ ആ ഗ്രീസിൻ്റെ അംശമൊക്കെ പോകും. കാരണം ഈ ചോക്ക് ഗ്രീസ് വലിച്ചെടുത്തിട്ട് സംഭവങ്ങളൊക്കെ ക്ലിയറാക്കി വിടും എന്നാണ് പറയണേ. നെക്സ്റ്റ്, നമ്മുടെ വീട്ടിൽ ഷേവിങ് ക്രീം ഉണ്ടാവുമല്ലോ. ഭർത്താവ്, അച്ഛൻ, ചേട്ടൻ എല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഷേവിങ് ക്രീം ഉണ്ടാവും. ഇച്ചിരി ഷേവിങ് ക്രീം അവരോട് നാളത്തേക്ക് ഒന്ന് കടം ചോദിക്കാം. എന്നിട്ട് ഈ നമ്മുടെ കണ്ണാടിയിൽ ആ ഒരു ഷേവിങ് ക്രീം അങ്ങ് തേച്ച് പിടിപ്പിച്ചിട്ട് നന്നായിട്ട് കഴുകി കളയാം. കണ്ണാടിയൊക്കെ നല്ല നല്ല പുതിയതായിട്ട് മേടിച്ച പോലെ ഇരിക്കും, നല്ല അടിപൊളിയായിട്ട് തിളങ്ങും. പിന്നെ ഇത് ഇനിയുള്ള 2 കേട്ടാൽ നിങ്ങൾ കൺഫേം ആകും എനിക്ക് ഭ്രാന്താണെന്നുള്ളത്. അതിൽ ഒന്നാമത്തെ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ പ്രത്യേകിച്ചും എനിക്കൊക്കെ ഉണ്ടല്ലോ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഈ പെരുന്നാളിന് നമ്മൾക്ക് കുറേ ഇങ്ങനത്തെ വലിയ ഈ പോസ്റ്റേഴ്സ് പോലത്തെ സംഭവം കിട്ടൂലേ, സിനിമാ താരങ്ങൾ, കാക്ക, പൂച്ച, പിന്നെ കായ്, പൂവ്, അങ്ങനത്തെ കുറേ പോസ്റ്റേഴ്സൊക്കെ കിട്ടൂലേ. അതൊക്കെ എൻ്റെ റൂമിൽ മൊത്തം ഞാനിങ്ങനെ ഒട്ടിച്ച് വെക്കുമായിരുന്നു. എന്നിട്ട് പെയിൻ്റ് അടിക്കുന്ന സമയം ആകുമ്പോഴത്തേക്ക് എൻ്റെ അപ്പൻ അതൊക്കെ പറിച്ച് കളയാൻ പറയും. ഞാൻ പറിച്ച് കളയുമ്പോൾ അത് കംപ്ലീറ്റ് പോകൂല, പകുതി ഭാഗങ്ങൾ അവിടെയും ഇവിടെയായിട്ടൊക്കെ ഇരിക്കേണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോൾ പെയിൻ്റ് അടിക്കാൻ ചേട്ടന്മാർ വന്നാലും എനിക്ക് ചീത്ത കേൾക്കാറുണ്ട് എൻ്റെ റൂമിൽ കയറുമ്പോൾ. കാരണം അവർക്ക് ഇരട്ടിപ്പണിയാണല്ലോ, ഈ സാധനങ്ങളൊക്കെ കംപ്ലീറ്റ് അവിടെ നിന്ന് പൊളിച്ച് മാറ്റിയിട്ട് വേണം അവർക്ക് അവിടെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. ഈ ടിപ്പ് എനിക്ക് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറേ ചീത്തകളിൽ നിന്ന് ഞാൻ ഒഴിവായി പോയേനെ. ടിപ്പ് എന്താണെന്നറിയോ? മയോണൈസ്. ചിരി വരണ്ടാവൂലേ? മയോണൈസ് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ തൂത്തിട്ട് നമ്മൾ തുണി വെച്ച് തുടച്ചാൽ ചുമരിനും പെയിൻറ്റിനും കേട് കൂടാണ്ട് ആ സ്റ്റിക്കർ ഇങ്ങനെ പൊളിഞ്ഞു മാറി വരും എന്നാണ് പറയണേ. ഇതൊക്കെ ഞാൻ നിങ്ങളോട് ട്രൈ ചെയ്യാൻ പറയൂല. പിന്നെ എന്തിനാണ് ഞാൻ വീഡിയോ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രസമില്ല ഇത് കേൾക്കാൻ വേണ്ടിയിട്ട്. എനിക്കും ഇത് വായിച്ചപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അടുത്തത് ഇതിലേറെ സൂപ്പറാണ്. നമ്മുടെ വീട്ടിൽ എല്ലാവരുടെയും അടുത്ത് സൺസ്ക്രീൻ ഉണ്ടാവും. ഇപ്പം വെയിലാണെങ്കിലും ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും സൺസ്ക്രീൻ ഇല്ലാണ്ട് നമ്മൾ ആരും വെളിയിൽ പോവാറില്ല. അപ്പോൾ നിങ്ങളുടെ ചുമരിലും ഒക്കെ ഈ ഒരു പെർമനൻറ്റ് മാർക്കറിൻ്റെ എവിടെയെങ്കിലും പാടുണ്ടെന്നുണ്ടെങ്കിൽ ഓടിപ്പോയി സൺസ്ക്രീൻ എടുത്തിട്ട് അവിടെ ഒന്ന് തേക്കുക. ഒരു 5 to 10 മിനിറ്റ് കഴിയുമ്പം ഇതേപോലെ തന്നെ ഒരു നനഞ്ഞ തുണി വെച്ചിട്ട് അങ്ങ് തൂക്കുക. ആ പെർമനൻറ്റ് മാർക്കറിൻ്റെ പാട് പമ്പ കിടക്കും. അപ്പം ഇതാണ് ഞാൻ തമ്പനയിൽ പറഞ്ഞിട്ടുള്ള, നിങ്ങൾ ഇതുവരെ കേൾക്കാത്തതും കാണാത്തതുമായിട്ടുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടിപ്സ് ആൻഡ് ഹാക്സ്. രസമില്ലേ? ഞാൻ സത്യമായിട്ടും ഈ വീഡിയോ ചെയ്യണോ വേണ്ടയോ എന്ന് 1000 വട്ടം ചിന്തിച്ചിട്ടുണ്ടായിരിക്കും. കാരണം ഇത് എത്രത്തോളം യൂസ്ഫുൾ ആകുമെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാനിതൊരു ഫൺ മൂഡായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. കാരണം നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറേ സാധനങ്ങളൊക്കെ അല്ലേ. പഴത്തൊലി വെച്ചിട്ട് ഷൂ പോളിഷ് ചെയ്യുക, നമ്മുടെ മുന്തിരിനീരും ഉപ്പും കൂടെ ചേർത്തിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യുക, ചുമരിലെ സ്റ്റിക്കറിൻ്റെ പാട് പോവാൻ മയോണൈസ് തേക്കുക, പെർമനൻറ്റ് മാർക്കറിൻ്റെ പാട് പോകാൻ വേണ്ടിയിട്ട് സൺസ്ക്രീൻ തേക്കുക, കട്ടിലിൽ വോഡ്ക ഒഴിക്കുക. ഇതൊക്കെ ഇതുവരെ ഞാൻ കേൾക്കാത്തതും ചെയ്യാത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ മേ ബി ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം, ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കാം. അവർക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടായിരിക്കും അവരിങ്ങനെയൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ കേട്ടപ്പോൾ നല്ല ഇൻട്രസ്റ്റിംഗ് രസമായിട്ട് തോന്നിയത് കൊണ്ടാണ് നിങ്ങളോടും കൂടെ ഞാൻ ഷെയർ ചെയ്തേ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ കുറച്ച് പരീക്ഷണങ്ങളൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. മേ ബി ഇതൊക്കെ ശരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്ന സംഗതികളായിരിക്കും കേട്ടോ. അല്ലാതെ ചുമ്മാ അങ്ങനെ എഴുതി വിടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട്
ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വർക്ക് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള ടിപ്സും ഹാക്സും പൊട്ടത്തരങ്ങളും കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പം നമുക്ക് ഇതുപോലത്തെ വെറൈറ്റി കണ്ടൻ്റ് ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.